എന്തിനെ? കുറെ പടങ്ങൾ നമ്മൾ ചെയ്തില്ലേടാ. നീ ആണെങ്കിൽ പ്രശസ്തിയുടെ കൊടുമുടി ചെന്ന് എത്തുകയും ചെയ്തു. അതെല്ലാം വാസ്തവം തന്നെയാ സാർ. പക്ഷെ എനിക്ക് വേണ്ടി സാർ ഇപ്പോൾ ഒരു പടം ചെയ്യണം. ഓ, നിനക്ക് തോന്നുമ്പോ നീ തേടി വരും. കാശ് വാരി എറിഞ്ഞാൽ സകലതും നേടാമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഈ ബാലചന്ദ്രനെ അതിന് കിട്ടില്ല. സാർ ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും പറയരുത്. നമ്മളെ രണ്ടുപേരെയും ജനങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു പടം, എന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു പടം ചെയ്യും. നിന്നെ ആരും മറക്കില്ലടാ. നിന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് നിന്റെ അമ്മായിയപ്പനുണ്ടല്ലോ, ദി ഗ്രേറ്റ് പൂർണ്ണചന്ദ്ര റാവു, ദി ഹൈ ജാക്കർ ആൻഡ് ദി കിങ് മേക്കർ. സാർ ഞാൻ കിങ് ഒന്നും അല്ല സാർ. ഞാനൊരു കലാകാരനാണ്. എന്നെ കലാകാരനാക്കിയത് അങ്ങാണ്. ഒരു മഹാനടൻ വന്ന് ചോദിച്ച ഉടനെ പടം ചെയ്യണമെന്നൊന്നുമില്ല. കഥ വേണം, കഥ. ഇതെന്താ ആധാരം എഴുത്താണോ? ചടചടാന്ന് വന്ന ഉടനെ എഴുതി തള്ളാൻ. എന്നെ കൺവിൻസ് ചെയ്യുന്ന കഥയാണ് വേണ്ടത്. എൻ്റെ അടുത്തില്ല. നിന്റെ ഇലങ്ങാനും ഉണ്ടോ? ഇല്ല സാർ. സോ സിമ്പിൾ. എന്നാ നടക്കില്ല, പോന്നതാ നല്ലത്. സാർ, മേ കമ്മിങ്? യെസ് സാർ, ഡോക്ടർ അർപ്പണ വന്നിട്ടുണ്ട്. ആരാ? ഞാനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ സാർ. വിത്ത് യുവർ പെർമിഷൻ മേ ഐ കം? പ്ലീസ്. ഡോക്ടർ അർപ്പണ, എക്സലന്റ് ഫിസിഷ്യൻ, ഫാമിലി ഫ്രണ്ട്. അതാ സാർ, കോഫി? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഓക്കെ ഓക്കെ, വേണ്ടടോ. ഓ, താഴെ പോ. രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വരട്ടെ? വേണ്ട 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 വേണ്ട. സംസാരിക്കാനുള്ള എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. അവനെ ബോധിപ്പിക്കുകയും ചെയ്തു. സാർ അങ്ങനെയൊന്നും പറയരുത് സാർ. ദയവ് ചെയ്ത് അങ്ങ് നല്ല മനസ്സ് കാണിക്കണം. അങ്ങനെ ഒന്നും കാണിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. നിന്റെ തലച്ചോറിൽ ഒരു മഹത്തായ നടൻ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. അതിന് തക്കതായ കഥയാണ് ആദ്യം വേണ്ടത്. അതൊക്കെ നമുക്ക് ശരിയാക്കാം സാർ. എന്ത് നിഷ്പ്രയാസം അങ്ങ് പറഞ്ഞു. എന്നാ പോയി ഉണ്ടാക്കിക്കൊണ്ട് വാ, പോ, കാണാം. സാർ എൻ്റെ കഥ പറയാൻ വേണ്ടി ഒരു മിനിറ്റ് സമയം എനിക്ക് തരണം. ഒരു മിനിറ്റ് അല്ലേ? ഓക്കെ സാർ. എന്നെപ്പോലെ അഹങ്കാരിയായ ഒരാൾ, നാളെ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എപ്പോഴോ സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, പെട്ടെന്ന് എല്ലാം തകിടം മറയുന്ന പോലെ ഒരു ന്യൂസ് വരുന്നു സാർ. അല്ലല്ല, 2 ന്യൂസ് വരുന്നു സാർ. പ്രണയം, സ്നേഹം, താങ്ക് യു, സോറി, ഇതൊന്നും പറയാൻ തന്നെ സമയമില്ല എന്ന് മനസ്സിലായി തുടങ്ങുന്നു. ഡോക്ടേഴ്സ് എല്ലാം തലച്ചോറിലൊരു മുഴയുണ്ടെന്ന് പറഞ്ഞു. എന്താ, ക്യാൻസർ ആണോ? അതെ. ഒന്ന് പോടാ അവിടുന്ന്. എന്തോ പുതിയതായിട്ട് പറയാൻ പോവാണെന്ന് വിചാരിച്ചപ്പോ മിക്ക സിനിമകളിലും കാണുന്ന ഒരു കഥ. എൻ്റെ ആദ്യത്തെ പടം ഇതായിരുന്നു. നീ തന്നെ 3-4 പടം ചെയ്തല്ലോ. ഒരു കഥ എടുത്ത് വായിച്ചാൽ അതിൽ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? സാർ, ഇത് കഥയല്ല സാർ. ഇതാണ് യഥാർത്ഥ കാരണം. എനിക്ക് മനസ്സിലായില്ല. കഥ ഇനി വേണം അന്വേഷിച്ച് കണ്ടെത്താൻ. മനസ്സിലായില്ല. എനിക്ക് ശരിക്ക് ടെക്നിക്കലായി പറയാൻ അറിയില്ല. അതുകൊണ്ട് ടെക്നിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറെ ഞാൻ കൂടെ കൂട്ടിയത്. എന്നോട് ഒരുമാതിരി കളിയാക്കലൊന്നും വേണ്ട. നേരാണോ ഇത്? യെസ് സാർ. സാർ ഒരു പണം തന്നതുകൊണ്ടാണ് എൻ്റെ നല്ല സമയം ആരംഭിച്ചത്. ഇപ്പം എൻ്റെ ടൈം അവസാനിക്കാൻ പോവാ. എൻ്റെ അവസാനത്തെ പടം സാറിൻ്റെ ഒപ്പമായിരിക്കണം. നോ 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 സാർ, ദയവ് ചെയ്ത് തടസ്സമൊന്നും പറയരുത്. തടസ്സമല്ലടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് മോളെ ഇവന്? നീ പറ. അൺഫോർച്ചുനേറ്റ്ലി യെസ് സർ. എന്തൊരു കഷ്ടമാണടാ ഇത്. 83 വയസ്സായി എനിക്ക്. ഇവൻ കൊച്ചു ഇറക്കനല്ലേ? ഇവനാണോ? എന്താ മോളെ, വാട്ട് ഈസ് ദിസ്? ബ്രെയിൻ ട്യൂമർ സർ. ഈശ്വര, വിചാരിച്ചതിനേക്കാളും വ്യത്യസ്തമായിരിക്കുന്നു. അത് മുന്നിലാ. ഇതിന് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഓപ്പറേഷനൊക്കെ ചെയ്യാം, പക്ഷേ ഈ കാര്യത്തിൽ പേഷ്യന്റ്. സർ, ഇസ് ദർ എനി റെസ്റ്റ് റൂം? ബാത്റൂം എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അതാ ഇടതുവശത്ത്. താങ്ക് യു സർ. വാ, ദാ ഇങ്ങോട്ടിരുന്നേ. ഇരിക്കവിടെ. സാർ,
ഇരിക്കടാ, ഞാൻ അവിടെ ഇരിക്കാം. ഇരിക്കവിടെ. ഞാൻ പറയുന്ന കേക്ക്. ഇപ്പൊ ഇവിടെ ഇരിക്കേ. സോറി സർ, ഞാൻ പെട്ടെന്ന് പൊതുവേ എനിക്ക് ധൈര്യം കുറച്ച് കൂടുതലാണ്. എന്റെ മനസ്സിന് നല്ല ധൈര്യമൊക്കെ ഉണ്ട് മോളെ. എന്നാൽ ഈ മനോയുടെ കാര്യത്തിൽ ഐ ലവ് ദിസ് റാസ്കൽ. എനിക്കും അങ്ങനെ തന്നെയാ സർ. ഈ മുഖം കണ്ട ആർക്കാ പ്രേമിക്കാൻ തോന്നാത്തത്? എവരിബഡി ലവ്സ് ഹിം, എവരിബഡി. എടാ, നിന്റെ ആഗ്രഹം പോലെ തന്നെ പടം ചെയ്യാം. ഇപ്പൊ സന്തോഷമായില്ലേ? Yeah. നീ എന്തുമാത്രം സമയം തരും? എനിക്കിനി ഉള്ള സമയം തന്നെ കുറവാണ് സാർ. ഓ മൈ ഗോഡ്, മൈ ഗോഡ്. സാർ. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇത് ചോദിച്ചു പോയതാടാ. പറ, എങ്ങനത്തെ പടം ചെയ്യണമെന്ന് എന്നോട് പറ. ചെയ്യാം, ഞാൻ റെഡിയാ. സാർ, അത് എൻ്റെ ഈ കാര്യങ്ങളൊന്നും പുറത്താർക്കും അറിയില്ല സാർ. അറിയിക്കണ്ട. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആ. ഓഡിയൻസ് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചിരിച്ച് സന്തോഷത്തോടു കൂടി വരുന്ന പോലൊരു കോമഡി പടം, അത് മതി സാർ. ചിരിച്ചോണ്ട് പോകാനാണോ? അതാണോടാ ആഗ്രഹം? ചെയ്യാവടാ, കോമഡി ചെയ്യാം. നല്ലൊരു കോമഡി ചെയ്യാവടാ. സാറ് വന്നല്ലോ, സാറ് വന്നല്ലോ. ഫോട്ടോ എടുത്തോ. സാറേ, രണ്ടുപേരും കൈയൊന്ന് പൊക്കി കാണിച്ചേ. മനുഷ്യൻ ഇവിടെ സ്ഥലമുണ്ട് സാറേ. ഇവിടെ നമ്മൾ ക്യാമറ വെച്ചിട്ട് ലൈറ്റ് നമ്മൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെലികാം യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഫോളോ ചെയ്ത് റൗണ്ട് ആയിട്ട് വരാം. അദ്ദേഹം ടെൻഷൻ ആവും. എക്സ്ക്യൂസ് മീ. Yes. താങ്ക് യു. പ്ലീസ്, അതെ ഞാൻ ഈ ക്രൗൺ ഉപയോഗിച്ചേ പറ്റൂ. ആക്ച്വലി വളരെ വെയിറ്റ് അത്. അതെ സാർ, കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അഭിനയിക്കാൻ വരുമ്പോ തന്നെ നല്ല വെയിറ്റോട് കൂടിയാണല്ലോ വരുന്നത്. അതും രാജാവിനും റാണിക്കും എന്തുമാത്രം ഉണ്ടായിരിക്കണം. അതിരിക്കട്ടെ, നീ ആദ്യം ഈ കഥ കേക്ക്. പറയൂ സർ. പണ്ടൊരു കാലത്ത്, അതായത് ലോങ് ലോങ് എഗോ, സോ ലോങ് എഗോ, നോബഡി ക്യാൻ സേ ഹൗ ലോങ് എഗോ. അയ്യോ, പേടിക്കണ്ടെന്നേ, ഇതിന്റെ പേരാണ് ഫോക്ലോർ. ക്യാരക്ടേഴ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ടായിരിക്കും, എന്നാൽ കളറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഹീറോയുടെ പേര് ഉത്തമൻ, പടത്തിന്റെ പേര് ഉത്തമ വില്ലൻ. വില്ലൻ എന്നുള്ളത് ഇംഗ്ലീഷ് പേരല്ലേ? തമിഴ്നാട്ടിലൊക്കെ ഇംഗ്ലീഷിൽ പേര് വെച്ചാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല. ഇവിടെ അങ്ങനെയില്ലേ? എന്റെ പൊന്നപ്പനെ, നല്ല വിവരമുള്ള പെണ്ണാണല്ലോ. നല്ല വിവരമുള്ള ആള് തന്നെ. വില്ലൻ മലയാളം അല്ലെന്ന് ആരാ പറഞ്ഞേ? മല്ലയുദ്ധം ചെയ്യുന്നവൻ മല്ലൻ, വില്ലുകൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ വില്ലൻ. അർജുനൻ വില്ലൻ, ശിവൻ വില്ലാളി വീരൻ. അത് മാത്രമല്ല, പഴയൊരു Let us come back to our story. മുത്തു വളരുന്ന നാട്ടിൽ ഉത്തമൻ എന്നു പേരുള്ള ഒരു കൂത്ത് കലാകാരൻ, അർജുനന്റെ വേഷം. ആ കൂത്തില് അർജുനൻ ശിവനോട് വില്ലുവരം വാങ്ങുന്നതാണ് സീൻ. നമ്മുടെ വില്ല് പാട്ടും മലയാള നാടിന്റെ തെയ്യമാട്ടവും ചേർന്ന ഒരു ഫ്യൂഷൻ ഫോമാണ് ഇത്. വില്ല് പാട്ട് കഥ പറയും, തെയ്യം കടന്നു പോകും. നിങ്ങളൊക്കെ റെഡിയാണോ? റെഡിയാണെന്ന്. ഇതാ ഇരിക്കുന്നതാണ് ദി ഗ്രേറ്റ് സുബ്ബു. സുബ്ബു ആറുമുഖം, പഴയ തമിഴ് നടൻ NSKയുടെ കൂടെ ഉണ്ടായിരുന്നതാ. വില്ല് പാട്ടിൽ ഇയാളാണ് പ്രധാനി, ചുക്കില്ലാത്ത കഷായം പോലെ. ജിബ്രാൻ റെഡിയാണല്ലോ? റെഡി സാർ. എന്നാ ഒരു മോണിറ്റർ തന്നെ. എല്ലാരും ഓടി മരത്തിൽ കയറിക്കോ, അല്ലെങ്കിൽ പാമ്പ് കൊത്തും. തറയിൽ നിൽക്കുന്ന ആപത്താണ്. ആറ് എന്നെ കിള്ളിയത്, കടിച്ചത്. എവിടെയാണിത് കാണുന്നില്ലല്ലോ. ഇതെന്ത് കാണിക്കുക? എവിടെ പോയി? അയ്യോ, 4 പേര് മരിച്ചു പോയല്ലോ. ജീവനുണ്ട്, ജീവനുണ്ട്. നമ്മുടെ ആളല്ലേ, ഇവനെങ്കിലും ഒന്ന് രക്ഷിക്കാൻ നോക്ക്. നമ്മുടെ ആളെന്ന് പറഞ്ഞ് അവിടെ നിന്നും കൊണ്ട് വാവക്കാൻ പറ്റില്ല. 5ാമത്തെ ആളും മേപ്പോട്ട് പോയി. എന്റെ ഇരുന്ന പാമ്പാണതോ പാവേ? അതുപോലെ അറിയാതെയാണോ ഇത്രയും കാലം പാമ്പിനെയും കൊണ്ട് നടന്നത്? അയ്യോ അയ്യോ, എന്റെ പാമ്പിനെ ഒന്നും ചേര്. അടിക്കല്ലേ. അയ്യോ അടിക്കല്ലേ. അയ്യോ അടിക്കല്ലേ, എന്റെ പാമ്പിനെ കൊല്ലല്ലേ. അയ്യോ, 5 പേര് ചത്തുപോയല്ലോ.
ശുഭ്രവസ്ത്രപ്പട്ടിൽ പൊതിഞ്ഞു മുത്തും പവിഴവും ചാർത്തി സുമുഖനായവൻ മൃത്യുവടഞ്ഞ പിണത്തിനരികെ ഇനി ദോഷം മാറ്റി ശാന്തി നൽകുവാൻ ജലം. പ്രാർത്ഥിച്ചിടാം. ഇപ്പൊ എന്തിനു ജലം? അസംബന്ധം. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ, അശരീരിയാണോ? ആ അരി എടുക്കുക, ശവത്തിന്റെ വായിൽ ഇട്ടു കൊടുക്കുക. അനാഥ പിണം. ഞാൻ പ്രേതമല്ല.